പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടുള്ള ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ ഉദ്ഘാടന ചടങ്ങ് അവിടെ UDF ആണ് ഭരിക്കുന്നത് നഗരസഭ. അവിടെ നമ്മുടെ PK ശശി പങ്കെടുത്തു. PK ശശി നേരത്തെ ഒരു സ്ത്രീ വിഷയമായി ബന്ധപ്പെടുത്തി CPM-നകത്ത് വലിയ നടപടികളൊക്കെ നേരിടുന്ന നിലയിലേക്കൊക്കെ വന്ന് വലിയ പ്രശ്നമായി അവസാനം പിണറായി വിജയൻ തന്നെ നേരിട്ടിറങ്ങി സംരക്ഷിച്ചെടുത്ത ഒരു നേതാവാണ് PK ശശി. അന്നും അദ്ദേഹം കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയത്. പക്ഷെ അപ്പോഴും ശക്തനായിരുന്നു. PK ശശി എന്ന് പറയുന്ന ചെറിയ ആളല്ല. അദ്ദേഹം പാലക്കാട് രാഷ്ട്രീയത്തിലെ പ്രത്യേകിച്ച് മണ്ണാർക്കാട് പോലുള്ള പ്രദേശങ്ങളിൽ, ഒറ്റപ്പാലം, മണ്ണാർക്കാട് ആ പ്രദേശങ്ങളിലെ വളരെ ശക്തനാണ് അദ്ദേഹം. അപ്പോൾ ശക്തനായി നിൽക്കുന്ന ഇപ്പോൾ KTDCയിലെ ചെയർമാൻ കൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഈ പരിപാടിക്ക് വിളിച്ചത് മുഹമ്മദ് ബഷീർ, നഗരസഭ ചെയർമാൻ മുഹമ്മദ് ബഷീർ പറയുന്നത് ഇദ്ദേഹത്തെ KTDC ചെയർമാൻ എന്നുള്ള നിലയിലാണ് വിളിച്ചത്. പക്ഷേ ഈ ശശി ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. PK ശശി കുറച്ചു കാലമായി LDF യോഗങ്ങളിലൊന്നും പോകുന്നില്ല. LDF യോഗങ്ങളിൽ പോകാതെ UDFന്റെ മീറ്റിങ്ങിൽ പോയി. അവിടെയാണ് പ്രശ്നം. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ ഉള്ള UDFന്റെ മീറ്റിങ്ങിൽ ബഷീറും ഒക്കെ പങ്കെടുക്കുന്ന മീറ്റിങ്ങിൽ പോയി. അങ്ങനെ ചെന്നപ്പോൾ ഒരു പ്രശ്നം, ഇദ്ദേഹം തൂവെള്ള ഷർട്ടാണ് ഇട്ടുകൊണ്ട് പോയത്. അപ്പോൾ ആദ്യം തന്നെ വലിയ ചർച്ചയായി. ഇദ്ദേഹം തൂവെള്ള ഷർട്ട് ഇട്ടപ്പോൾ തന്നെ പിന്നെ M ഷംസുദ്ദീൻ MLA ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ VK ശ്രീകണ്ഠൻ MP ഉണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ. ഇവരെല്ലാം കൂടി ഇയാളുടെ വെള്ളയെ അടിച്ചു പോക്കി. ഇതിനേക്കാൾ നല്ലത് ഖാദറാണ് നല്ലത്, ഖാദിയാണ് കുറച്ചുകൂടി നല്ലതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ കോട്ടനാണ് ഇട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. വലിയ തമാശകളൊക്കെ നടന്നപ്പോൾ ഒരു UDF പ്രവേശന ചൊവ്വ അതിനകത്ത് നടന്നു. പക്ഷെ അതിനേക്കാൾ പ്രധാനം ഇദ്ദേഹത്തിൻ്റെ പ്രസംഗമാണ്. PK ശശി ഒരു പ്രസംഗം നടത്തി. അദ്ദേഹം പറഞ്ഞു, അഴിമതി നടത്തുന്നതിൽ, അഴിമതിക്കെതിരെ വർത്തമാനം പറയുന്നവർ പരിശുദ്ധരായിരിക്കണം. കൊച്ചി പഴയ കൊച്ചിയല്ല, എന്നാൽ ബിലായി പഴയ ബിലാൽ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അഴിമതിക്കെതിരെയുള്ള ചില കുരിശുയുദ്ധങ്ങൾ LDF പറയുന്നുണ്ട്. അത് പറയുമ്പോൾ തന്നെ അഴിമതി ആരും പിന്തുണയ്ക്കുന്നില്ല. പക്ഷെ അഴിമതിയെ തുറന്നു കാണിക്കുക തന്നെ വേണം. അതേസമയം അഴിമതി തുറന്നു കാണിക്കുന്നവർ പരിശുദ്ധരായിരിക്കണം. ഇങ്ങനെയുള്ള കൃത്യമായ ഒളിയമ്പ് CPM-നും പിന്നെ LDF-നുമെതിരെ ഉന്നയിച്ചുകൊണ്ടാണ് PK ശശി അവിടെ പ്രസംഗിച്ചത്. എന്താണ് PK ശശിയുടെ ഉദ്ദേശശുദ്ധി നമുക്കറിയില്ല. അദ്ദേഹം പറയും, മാലിന്യ കൂമ്പാരത്തിൽ നിറഞ്ഞു കിടക്കുന്നവൻ മറ്റൊരാളുടെ വസ്ത്രത്തിലെ കറുത്ത പുള്ളിയെ ചൂണ്ടിക്കാണിക്കുന്നത് മ്ലേച്ഛകരമാണ്, മോശമാണ്. എല്ലാം സോഷ്യൽ ഓഡിറ്റ് ചെയ്യപ്പെടണം. ഒറ്റ കാര്യമേ പറയാനുള്ളൂവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മമ്മൂട്ടി ചിത്രത്തിലെ ബിഗ് ബിയിലെ പ്രശസ്തമായ ഡയലോഗ് വേദിയിൽ പറഞ്ഞത്. അപ്പോൾ മമ്മൂട്ടിയുടെ ഡയലോഗൊക്കെ അടിച്ച് PK ശശി ഗോൾ അടിച്ചു. അതിനിടയിൽ ഇട്ടുകൊണ്ട് പോയ ഷർട്ടും നല്ല ഒരു ഗോൾ അടിക്കുന്ന UDF വേദിക്ക് പറ്റിയ ഷർട്ടാണ്, ഒരു കോൺഗ്രസ്കാരന് പറ്റിയ ഷർട്ടാണ്. ഇനി PK ശശി കോൺഗ്രസിൽ ചേരുമോ, UDFിൽ ചേരുമോ? പാലക്കാടൻ രാഷ്ട്രീയ കാറ്റ് അങ്ങനെയും ചർച്ച ചെയ്യുന്നു. PK ശശി എന്തിനാണ് ഇങ്ങനെ തീരുമാനമെടുത്തത്? ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ അഭാവത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. മുഖ്യമന്ത്രി നാട്ടിലില്ല. ഇനി വന്നിട്ട് വേണം ആളുകൾക്ക്. മറ്റൊരു ശശി ഉണ്ടല്ലോ, നമ്മുടെ മുഖ്യമന്ത്രി ഓഫീസിലിരിക്കുന്ന മറ്റൊരു ശശിയുണ്ട്, അതുപോലെ തന്നെ അവിടെ കുറച്ച് രവീന്ദ്രനുണ്ട്, കുറച്ച് പേർക്ക് ഇതെല്ലാവരും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി വന്നിട്ട് വേണം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ. അല്ല അവിടെ ഇരുന്നുകൊണ്ട് ഓൺലൈനിൽ ഇതൊന്നും കാണുന്നില്ലല്ലോ അദ്ദേഹം. എന്തായാലും PK ശശി രണ്ടും കൽപ്പിച്ച് തന്നെ പാലക്കാട് ഉണ്ട്. മണ്ണാർക്കാട്ടുകാരോട് വലിയൊരു മമതയുമില്ല LDFകാരോടും CPM-കാരോടും. ആ മമതയില്ലായ്മ വളരെ പച്ചയ്ക്ക് ഒരു UDF യോഗത്തിൽ പോയി ഒരു CPM നേതാവ് പറയുമ്പോൾ അതിന് രാഷ്ട്രീയ മാനങ്ങൾക്കപ്പുറമുള്ള ഒരുപാട് സമവാക്യങ്ങളുടെയും ചേരിമാറ്റത്തിൻ്റെയും ഒരുപാട് കഥകളുണ്ട്. എന്താണ് വരാനിരിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.